വിദ്യാഭ്യാസ രംഗത്ത് NAC A+ ഗ്രേഡോടെ 70 വർഷത്തെ പാരമ്പര്യം. UG/PG റിസർച്ച് പ്രോഗ്രാമുകൾ, പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ. ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓട്ടോണമസ് ഗുരുവായൂർ. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച 51 വീടുകളുടെ താക്കോൽ കൈമാറ്റമാണ് ജൂലൈ 20 രാവിലെ 11 നടക്കുക. ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന 130 വീടുകളുടെ ഗുണഭോക്താക്കൾക്കുള്ള ആദ്യ ഗഡു വിതരണവും ചടങ്ങിൽ വച്ച് നടക്കും. മന്ത്രി MB രാജേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ അധ്യക്ഷത വഹിക്കുമെന്നും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഗുണഭോക്തൃ ലിസ്റ്റിൽ വരുന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്കും എഗ്രിമെൻ്റ് വെച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ചതാണ്. 2021 മുതൽ നമ്മളിതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഭരണസമിതി എന്നുള്ള നിലക്ക് ഓരോ വാർഷിക പദ്ധതിക്കകത്തും വളരെ പ്രാധാന്യത്തോടുകൂടെയാണ് വീടില്ലാത്തവന് വീട് അല്ലെങ്കിൽ പാർപ്പിടമില്ലാത്തവൻ്റെ പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി അതേ പ്രാധാന്യത്തോടുകൂടെ തന്നെ ഗ്രാമപഞ്ചായത്ത് കാണുന്നത്. ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ഏകദേശം 154ഓളം പേർക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ എഗ്രിമെൻ്റ് വെച്ച് പ്രവർത്തനം ആരംഭിച്ചിരുന്നു. അതിൽ 51 വീടുകൾ പ്രവർത്തനം പൂർത്തീകരിച്ച് വീടുകൾ താമസയോഗ്യമായിരിക്കുകയാണ്. ഇതിൻ്റെ താക്കോൽദാന ചടങ്ങ് ബഹുമാന്യനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് അവർ നേരിൽ വന്നുകൊണ്ട് ചെയ്യുകയാണ്. 20-ാം തീയതി രാവിലെ 11 മണിക്ക് പഞ്ചായത്തിൻ്റെ പരിസരത്ത് വെച്ച് തന്നെയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. പഞ്ചായത്തിൽ വികസന കാര്യങ്ങളിൽ വലിയ മുന്നേറ്റമാണ് നടത്തിവരുന്നത്. കാർഷിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ നടപ്പാക്കാനായി മറ്റ് എല്ലാ മേഖലകളിലും ക്രിയാത്മകമായ ഇടപെടലുകളാണ് നടത്തിവരുന്നതെന്നും അംഗങ്ങൾ സൂചിപ്പിച്ചു. ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി റോഡുകൾ വെട്ടിപ്പൊളിച്ചത് ഗതാഗത യോഗ്യമാക്കാനുണ്ട്. ഇതിനാവശ്യമായ ഫണ്ട് ലഭ്യമായിട്ടുണ്ട്. നിലവിൽ ഇതിന്റെ പുനർനിർമ്മാണ പ്രവൃത്തികൾ നടപ്പാക്കാൻ പഞ്ചായത്തിന് അനുമതിയില്ല. പഞ്ചായത്തിന് അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് റോഡുകളുടെ തകർച്ച പരിഹരിക്കാനാവുമെന്നും അംഗങ്ങൾ പറഞ്ഞു. പഞ്ചായത്ത് ഭരണസമിതി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് വല്ലപ്പുഴയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വല്ലപ്പുഴ സെൻറ്ററിൽ ടേക്ക് എ ബ്രേക്കിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ്. അതുപോലെ നമ്മുടെ ഗവൺമെൻറ് ആശുപത്രി ഒട്ടേറെ വൈകുന്നേരം OP തുടങ്ങിപ്പോൾ അവിടെ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ റോഡുമായി ബന്ധപ്പെട്ടും കൃഷിയുമായി ബന്ധപ്പെട്ടൊക്കെ സംസ്ഥാന തലത്തിൽ തന്നെ ഒന്നാമത് നിൽക്കുന്ന ഒരു പഞ്ചായത്തായി മാറ്റാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ്, വൈസ് പ്രസിഡന്റ് പ്രദീപ സുദീപ്, ഭരണസമിതി അംഗങ്ങളായ പറക്കാടൻ റഫീഖ്, അബ്ദുറഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു.